5/4/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/11/2009 മധുബൻ. സ്വരാജ്യത്തിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് സ്വയം തന്നെ ചേഞ്ച് ചെയ്യൂ. അഖണ്ഡ രാജ്യത്തിൻ്റെ അധികാരിയാകൂ. ഇന്ന് ഹൃദയേശ്വരനായ ബാബ തൻ്റെ രാജവത്സരരായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് വത്സരരായത്? നിങ്ങൾ ഓരോ കുട്ടികളും 3 സിംഹാസനത്തിൻ്റെ അധികാരിയാണ് എന്നത് അറിയാമോ? ഒന്ന് സ്വരാജ്യത്തിൻ്റെ സിംഹാസനം, രണ്ടാമത്തേത് ബാബ്ദാദയുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം, മൂന്നാമത്തേത് ഭാവിയിലെ സിംഹാസനം. 3 സിംഹാസനങ്ങളുടെയും അധികാരിയാണ്. തൻ്റെ ഭാവിയിലെ സിംഹാസനത്തിൻ്റെയും അഭ്യാസം ഇവിടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെ തയ്യാറെടുപ്പുകളും പുരുഷാർത്ഥവും ഇപ്പോൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പുരുഷാർത്ഥമാണ് അനേകം ജന്മത്തേക്കുള്ള രാജ്യഭാഗ്യം നേടിത്തരുന്നത്. ഈ സമയത്ത് തന്നെയാണ് തൻ്റെ രാജ്യഭാഗ്യത്തിൻ്റെ സംസ്കാരം ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴുള്ള പുരുഷാർത്ഥം ഭാവിയിലെ രാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഈ സമയത്ത് തൻ്റെ പുരുഷാർത്ഥം യഥാർത്ഥമാണോ? ഏതുപോലെ ഭാവിയിൽ ഒരു രാജ്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനാൽ ഇപ്പോൾ ചെക്ക് ചെയ്യൂ, നമ്മുടെ മനസ്സിൽ ഒരു രാജ്യമാണോ നടക്കുന്നത്? പുരുഷാർത്ഥത്തിൽ ഒരു രാജ്യമാണോ? അതോ മായ രാജ്യത്തിൽ വിഘ്നമിടുന്നുണ്ടോ? ഒരു രാജ്യത്തിന് പകരം മായയുടെ പ്രഭാവം ഉണ്ടാകുന്നില്ലല്ലോ. 2 രാജ്യം ഇല്ലല്ലോ. ഭാവിയിലെ വിശേഷത തന്നെ ഒരു രാജ്യത്തിൻ്റെതാണ്. ഇപ്പോഴത്തെ അഭ്യാസമാണ് ഭാവിയിൽ തുടരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഇപ്പോൾ സ്വരാജ്യം ഉണ്ടോ? സ്വരാജ്യത്തിൽ മായ എവിടെയെങ്കിലും ഇടപെടുന്നില്ലല്ലോ. 2 രാജ്യം ഇല്ലല്ലോ. അഥവാ 2 രാജ്യമാണ് നടക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം എപ്പോൾ നിറയ്ക്കും? ഭാവിയിലെ വിശേഷത തന്നെ ഒരു രാജ്യം, ഒരു ധർമ്മം എന്നതാണ്. ധർമ്മം ഏതാണ്? താങ്കളുടെ വിശേഷ ധാരണ ഏതാണ്? സമ്പൂർണ്ണ പവിത്രത. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഒരു ധർമ്മമാണോ? ഇടയിൽ അപവിത്രതയുടെ രണ്ടാമതൊരു ധർമ്മം ഇടപെടുന്നില്ലല്ലോ. അതിനോടൊപ്പം ഇതും ചെക്ക് ചെയ്യൂ, ലോ ആൻഡ് ഓർഡർ ഒന്നിൻ്റേതാണോ? അതോ മായയും ഇടയിൽ ഇടപെടുന്നുണ്ടോ? ഒന്നിൻ്റെ രാജ്യം നിർവിഘ്നമായി നടക്കുന്നുണ്ടോ? മറ്റൊരു കാര്യം, രാജ്യത്തിൽ സദാ സുഖവും ശാന്തിയും നാച്ചുറലായി നിലനിൽക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നോക്കൂ, തൻ്റെ രാജ്യത്തിൽ സദാ സുഖവും ശാന്തിയുമുണ്ടോ? ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലല്ലോ. സ്വരാജ്യത്തിൽ മായ ഇടപെട്ട് അശാന്തി വ്യാപിപ്പിക്കുന്നില്ലല്ലോ. സ്വരാജ്യത്തിൽ ഏതെങ്കിലും സാൽവേഷൻ്റെയോ സൗകര്യങ്ങളുടെയോ ഏതെങ്കിലും പ്രശംസയുടെയോ പ്രഭാവം മായ ഉണ്ടാക്കുന്നില്ലല്ലോ. സദാ സുഖം, ശാന്തി, ആനന്ദം, സ്നേഹം, അതീന്ദ്രിയ സുഖം ഇവ നിലനിൽക്കുന്നുണ്ടോ? കാരണം ഭാവിയിലെ രാജ്യത്തിൽ സർവപ്രാപ്തികളുമുണ്ട്, സമ്പന്നതയുണ്ട്. ഇത് കാരണം സന്തുഷ്ടതയും ഉണ്ട്. എങ്കിൽ ഇപ്പോഴും സ്വരാജ്യം സമ്പന്നമായിരിക്കുന്നുണ്ടോ? അതോ ഏതെങ്കിലും കുറവ് അവശേഷിക്കുന്നുണ്ടോ? കാരണം ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിൽ അഥവാ കുറവ് അവശേഷിച്ചുവെങ്കിൽ ഭാവിയിലെ അഖണ്ഡ രാജ്യത്തിൻ്റെ അധികാരി എങ്ങനെയാകും? മുഴുവൻ ആധാരവും ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിന്മേലാണ്. ഇപ്പോൾ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ
ഭാവിയിൽ സമ്പൂർണ്ണ രാജ്യത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. ദീർഘകാലത്തെ ഈ സ്വരാജ്യത്തിൻ്റെ അഭ്യാസമാണ് ഭാവിയിലെ രാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്. അപ്പോൾ തൻ്റെ ഈ ചെക്കിംഗ് സദാ ഉണ്ടായിരിക്കട്ടെ. കാരണം ഇപ്പോൾ അഥവാ വളരെ കാലത്തെ പുരുഷാർത്ഥം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ പ്രാപ്തിയും കുറവായിരിക്കും ലഭിക്കുന്നത്. അതിനാൽ ബാബ്ദാദ സമയം പ്രതി സമയം ഈ ഒരു അറ്റൻഷൻ വരുത്തുകയാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ സ്വയം തന്നെ സമ്പന്നവും സമ്പൂർണവും ആക്കൂ. അഥവാ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുരുഷാർത്ഥം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. എന്നാൽ പുരുഷാർത്ഥത്തിനിടയിൽ എങ്കിൽ എങ്കിൽ എന്നത് വരാറില്ലല്ലോ. ഇത് നടന്നുകൊള്ളും, ഇത് ചെയ്തോളാം. ഈ സംസ്കാരം അവിനാശിയായ 21 ജന്മത്തിൻ്റെ അഖണ്ഡ രാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുകയില്ല. ബാബ്ദാദ സദാകാലത്തേക്ക് അറ്റൻഷൻ വരുത്തുകയാണ്. ചെക്ക് ചെയ്യൂ. അഥവാ ഏതെങ്കിലും വിഘ്നം വരുന്നുവെങ്കിൽ, കൊടുങ്കാറ്റ് വരുന്നുവെങ്കിൽ, കൊടുങ്കാറ്റ് സമ്മാനമായി മാറുന്നുണ്ടോ? കൊടുങ്കാറ്റ് കൊടുങ്കാറ്റല്ല, എന്നാൽ സമ്മാനമായി മാറണം. മായയുടെ ഏതെങ്കിലും യുദ്ധമുണ്ടാകുന്നുവെങ്കിൽ, മായ അനുഭവം ഉണ്ടാക്കിക്കുന്നുവെങ്കിൽ, ആ അനുഭവം ഇങ്ങനെ അനുഭവപ്പെടണം. അതായത് നമ്മളെ ഈ അനുഭവത്തിൻ്റെ പടവുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന്. ഇതിനു വേണ്ടി ബാബ്ദാദ പറയുന്നു, സദാ തൻ്റെ ചാർട്ട് സ്വയമേ ചെക്ക് ചെയ്യൂ. എത്രത്തോളം തൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യുമോ അത്രയും തന്നെ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓരോരുത്തരും തൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ? ആരാണോ ദിവസവും ചെയ്യുന്നത് അവർ കൈ ഉയർത്തൂ. ആരാണോ ദിവസവും ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കല്ല, ദിവസവും ചാർട്ട് ചെക്ക് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. കാരണം സമയത്തിൻ്റെ സൂചന ബാബ്ദാദ വളരെ സമയമായി നൽകിയിരിക്കുകയാണ്. സമയത്തെ കാണുന്നുമുണ്ട്. മനുഷ്യരുടെ മനസ്സിൽ ചിന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ മനസ്സിൽ ചിന്തയല്ല, എന്നാൽ പ്രഭു ചിന്തനമാണ്. പ്രഭു ചിന്തനം ഉള്ളത് കാരണം താങ്കൾക്ക് സദാ അറിയാം, നമ്മൾ നിമിത്തമാണ്, വിനീതമാണ്. കാരണം ചെയ്യിക്കുന്നവൻ ബാബയാണ്. ഇത് കാരണം താങ്കളുടെ മനസ്സിൽ ചിന്തയില്ല, ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്മൃതി സദാ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശേഷിച്ച് ഓരോരുത്തരും ഇത് ചെക്ക് ചെയ്യണം. ഈ സംഗമയുഗത്തിലെ ഓരോരോ സെക്കൻഡും സമയവും സങ്കല്പവും ശുഭമായിട്ടാണോ നടക്കുന്നത്? ഈ സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ഒരു സെക്കൻഡ് അല്ല, എന്നാൽ ഒരു സെക്കൻഡിന് വാല്യൂ ഉണ്ട്, മഹത്വമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പറയുന്നു, സങ്കല്പം നടന്നു, എന്നാൽ 2-4 സെക്കൻഡാണ് നടന്നത്. എന്നാൽ സംഗമത്തിലെ സമയത്തിന് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡ് 1 മണിക്കൂറിന് തുല്യമാണ്. ഈ സമയത്തിന് ഇത്രത്തോളം വാല്യൂ ഉണ്ട്. കാരണം ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, അപ്രതീക്ഷിതമായി ഏത് സമയത്തും താങ്കളുടെ ഫൈനൽ പരീക്ഷ ഉണ്ടാകും. ബാബ്ദാദയും പറഞ്ഞു തരികയില്ല. അതിനാൽ ഈ സമയത്ത് വേണ്ട അറ്റൻഷനാണ് സ്വയം തന്നെ സമ്പൂർണവും സമ്പന്നവും ആക്കണം. ബാബ്ദാദ ഏതൊരു സർവ ഖജനാവുകളും നൽകിയിട്ടുണ്ടോ ആ ഓരോരോ ഖജനാവിനെയും സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കണം. സമയത്തിൻ്റെ ഖജനാവുകളുടെ അധികാരിയാണ്. അധികാരിയുടെ വിശേഷത ഇതാണ്, ഏത് സമയത്ത് ഏത് ഖജനാവിൻ്റെ ആവശ്യകതയുണ്ടോ ആ സമയത്ത് ആ ഖജനാവിനെ കാര്യത്തിൽ വിനിയോഗിക്കുന്നു. താങ്കൾ ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ഓർഡർ ചെയ്യൂ. അപ്പോൾ ഉൾക്കൊള്ളാനുള്ള ശക്തി കാര്യത്തിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? കാരണം വേണ്ട സമയത്ത് ഖജനാവിനെ
കാര്യത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നവരെയാണ് അധികാരി എന്ന് പറയുന്നത്. അതിനാൽ ഇപ്പോൾ എല്ലാവരും ഇത്രയും സ്വയം തൻ്റെ മേൽ അറ്റൻഷൻ നൽകേണ്ടതുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഖജനാവ് സദാ മുഖത്തും പെരുമാറ്റത്തിലും കാണപ്പെടണം. സന്തോഷം അവിനാശിയായ ബാബയുടെ ദാനമാണ്. അപ്പോൾ അവിനാശിയായ ബാബയുടെ ദാനത്തെ അവിനാശിയായി നിലനിർത്തൂ. സന്തോഷത്തെക്കുറിച്ച് പറയാറുണ്ട്, സന്തോഷം പോലൊരു പോഷണം ഇല്ല, സന്തോഷം പോലൊരു ഖജനാവില്ല. അപ്പോൾ ആരുടെ ഉള്ളിൽ സദാ സന്തോഷമുണ്ടോ അവരുടെ നയനങ്ങളിലൂടെയും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഓട്ടോമാറ്റിക്കായി കാണപ്പെടുന്നു. ബാബ്ദാദയുടെ വരദാനമാണ് സദാ സന്തോഷമായിരിക്കൂ, സദാ സന്തോഷം പങ്കുവയ്ക്കൂ. കാരണം സന്തോഷം പങ്കുവയ്ക്കുന്നതിലൂടെ സന്തോഷം വർദ്ധിക്കും. മറ്റേതൊരു ഖജനാവും പങ്കുവയ്ക്കുന്നതിലൂടെ കുറഞ്ഞു പോകുന്നു. എന്നാൽ സന്തോഷത്തിൻ്റെ ഖജനാവ് എത്ര പങ്കുവയ്ക്കുമോ അത്രയും വർദ്ധിക്കും. അപ്പോൾ ചെക്ക് ചെയ്യൂ, സന്തോഷത്തിൻ്റെ ഖജനാവ് സദാ കൂടെയുണ്ടോ? ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും, ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ ഒരു കാര്യത്തിൻ്റെ വിശേഷ ആശംസകൾ നൽകുകയാണ്. ഏതൊരു കാര്യം? എല്ലാവരും ദേശത്തായാലും വിദേശത്തായാലും തൻ്റെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ആത്മാക്കൾക്ക് ബാബയുടെ സന്ദേശം നൽകി. എല്ലാവരും തൻ്റെ സന്തോഷത്തോടുകൂടി ഏതൊരു കാര്യം ചെയ്തുവോ ആ കാര്യത്തിൽ പ്രോഗ്രാം ഒന്നാണ് നടത്തിയത്. ഓരോ സ്ഥാനത്തും ഒരു പ്രോഗ്രാം നടത്തി. എന്നാൽ അതിനുള്ള ഫലം 1000 മടങ്ങ് പ്രാപ്തമാക്കി. ബാബ്ദാദയ്ക്ക് ഈ സങ്കല്പമുണ്ട്, ഇപ്പോഴത്തെ സമയമനുസരിച്ച് ഏതൊരു സർക്കംസ്റ്റൻസ് ആണോ ഉള്ളത് അത് മുന്നോട്ട് പോകവേ നിർണായകം ആയിക്കൊണ്ടിരിക്കും. അതിനാൽ ഗ്രാമം ആയാലും ഏതെങ്കിലും കോണായാലും നമ്മുടെ ബാബ വന്നു, നമുക്ക് താങ്കൾ സന്ദേശം നൽകിയില്ല എന്ന പരാതി അവശേഷിക്കരുത്. അതിനാൽ എല്ലാവരും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഏത് കാര്യമാണോ ചെയ്തത് ബാബ്ദാദ സന്തുഷ്ടമാണ്. ഇതേപോലെ തന്നെ പരസ്പരം ഒത്തുചേർന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ബാബ്ദാദ കണ്ടു ഉന്മേഷവും ഉത്സാഹവും ധൈര്യവും എല്ലാവരും അവരവരുടെ വിധിയിലൂടെ കാര്യത്തിൽ വിനിയോഗിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാവരും വളരെ നന്നായി ചെയ്തു. ഭാവിയിലും സമയമനുസരിച്ച് ഈ ലക്ഷ്യം വയ്ക്കൂ. സന്ദേശം ലഭിക്കാത്ത ഒരു കോണുപോലും അവശേഷിക്കരുത്. ഇതിലൂടെ സ്വന്തം പുരുഷാർത്ഥവും നന്നായി നടക്കുന്നു, ആത്മാക്കളുടെയും മംഗളം ഉണ്ടാകുന്നു. എല്ലാവർക്കും ഈ പ്രോഗ്രാം നന്നായി തോന്നിയല്ലോ? നന്നായി തോന്നി. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളോടും ഇത് വീണ്ടും വീണ്ടും പറയുന്നു, ആത്മാക്കളെ പ്രതി ദയാഹൃദയരാകൂ. ഇക്കാലത്ത് ദുഃഖവും അശാന്തിയും കാരണം എല്ലാവരും ഹൃദയത്തിൽ നിന്നും പറയുന്നു, ദയ കാണിക്കൂ, ദയ കാണിക്കൂ. അപ്പോൾ ബാബയുടെ കൂട്ടുകാർ കുട്ടികളായ നിങ്ങളാണ്. ബാബ കുട്ടികളിലൂടെ ഇപ്പോൾ ഓരോ കുട്ടിയുടെയും ദയാഹൃദയത്തിൻ്റെ പാർട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഉന്മേഷം ഇതാണ്, ദുഃഖമയ ലോകം മാറി സുഖമയ ലോകം വരിക തന്നെ വേണം. അപ്പോൾ സുഖമയ ലോകം വരുന്നതിനു വേണ്ടി ഈ ദുഃഖ അശാന്തിയുടെ വിനാശം ഉണ്ടാകുന്നതിനു വേണ്ടി സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബയുടെ ഇന്നത്തെ സന്ദേശം ഓർമ്മ വയ്ക്കൂ. ഇപ്പോൾ മനസ്സിലൂടെയോ വാക്കിലൂടെയോ മുഖത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ സേവനത്തിൻ്റെ ഗതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. തൻ്റെ രാജ്യം സമീപം കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ. ശരി.
ഈ പ്രാവശ്യം ആരാണോ ബാബ്ദാദയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ആദ്യമായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. ശരി, ധാരാളം പേരുണ്ട്. എല്ലാവരും എഴുന്നേൽക്കൂ. ആശംസകൾ. ഏതായാലും സമാപ്തിക്ക് മുമ്പേ എത്തിച്ചേർന്നു. പുതിയ ജന്മം എടുത്തിരിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയിലൂടെയും 4 ഭാഗത്തുമുള്ള കുട്ടികളിലൂടെയും ആശംസകൾ, ആശംസകൾ. ബ്രാഹ്മണ പരിവാരത്തെ കണ്ട് സന്തോഷമുണ്ടാകുന്നുവല്ലോ. എന്നാൽ ആരാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് അവരോട് ബാബ്ദാദ ഇത് പറയുകയാണ്: ഇപ്പോൾ വളരെയധികം സമയം കഴിഞ്ഞുപോയി. വളരെ കുറച്ചാണ് അവശേഷിക്കുന്നത്. അതിനാൽ പുരുഷാർത്ഥം തീവ്രമാക്കണം. തീവ്ര പുരുഷാർത്ഥി മുന്നോട്ടു പോകും. നടക്കുകയല്ല, പറക്കണം. പറക്കുന്ന കലയുടെ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ ബാബയുടെ സമ്പത്ത് വൈകിയാണ് വന്നതെങ്കിൽ പോലും പൂർണ്ണമായും തൻ്റെ അവകാശം എടുക്കാൻ സാധിക്കും. ഓരോ സെക്കൻഡും സന്തോഷമായിരിക്കണം. എല്ലാവർക്കും സന്ദേശം നൽകണം, സന്ദേശം നൽകണം. ശരി. സ്വരാജ്യ അധികാരിയായി സ്വരാജ്യത്തിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യൂ എന്ന് ഏതൊന്നാണോ ഇന്ന് ബാബ്ദാദ പറഞ്ഞത്, അത് ചെക്ക് ചെയ്യുന്നതിലൂടെ ഏതൊരു കുറവിനെയും ദീർഘകാലം എന്നതിലേക്ക് ചേഞ്ച് ചെയ്യണം. കാരണം വളരെയധികം സമയം അഖണ്ഡ രാജ്യം നടക്കണം. ഇതിൻ്റെ ആവശ്യകതയുണ്ട്. വളരെ കാലത്തെ പുരുഷാർത്ഥം, വളരെയധികം സമയത്തെ പ്രാപ്തിയുടെ അധികാരി സ്വതവേ ആകുന്നു. അതിനാൽ അണ്ടർലൈൻ ചെയ്യണം, വളരെ കാലത്തെ പുരുഷാർത്ഥം ഉണ്ടാകണം. ചെക്കിംഗ് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരായ ഓരോ കുട്ടികൾക്കും ബാബ്ദാദ ദിവസവും അമൃതവേളയിൽ വിശേഷിച്ച് ശക്തി നൽകുന്നു. അമൃതവേളയിൽ വിശേഷിച്ച് വരദാനവും ശക്തിയും നൽകുന്നു. ആരാണോ അമൃതവേളയുടെ ശക്തി, വിശേഷ വരദാനം സ്വീകരിക്കുന്നത് അവർ വിശേഷ തീവ്ര പുരുഷാർത്ഥിയായി മാറുന്നു. അമൃതവേളയുടെ മഹത്വം വയ്ക്കുക എന്നാൽ ബാബ്ദാദയുടെ സദാ ഹൃദയ സിംഹാസനസ്ഥരാവുക എന്നർത്ഥം. പല കുട്ടികൾക്കും അറ്റൻഷൻ ഉണ്ട്. ബാബ്ദാദ ദിവസവും അവർക്ക് വിശേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആഹാ കുട്ടികളെ, ആഹാ. 4 ഭാഗത്തുമുള്ള തീവ്ര പുരുഷാർത്ഥികളും ഓരോ സമയത്തും ബാബ്ദാദയെ തൻ്റെ കൂട്ടുകാരനാക്കി കമ്പൈൻഡ് ആയിരിക്കുന്നതിൻ്റെ അഭ്യാസികളായ കുട്ടികൾക്ക് ബാബ്ദാദ വിശേഷിച്ച് വരദാനം നൽകുകയാണ്. സദാ പറന്നുകൊണ്ടിരിക്കൂ. മറ്റുള്ളവർക്കും പറപ്പിക്കുന്നതിൻ്റെ സഹയോഗം നൽകി പറപ്പിച്ചുകൊണ്ടിരിക്കൂ. എല്ലാവരും വിജയിയാണ്. വിജയത്തിൻ്റെ ഫലമായി ഓരോ സമയത്തും ബാബ്ദാദയുടെ ആശീർവാദങ്ങൾ പ്രാപ്തമാകുന്നു. അപ്പോൾ അമരമായി എല്ലാവരെയും അമൃത് കുടിപ്പിച്ചുകൊണ്ടിരിക്കൂ. 4 ഭാഗത്തുമുള്ള കുട്ടികൾ ബാബ്ദാദയുടെ മുന്നിലുണ്ട്. ഓരോ കുട്ടിയോടും ബാബ്ദാദയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ട്. കാരണം ഓരോ കുട്ടിയിലും ഏതെങ്കിലുമൊക്കെ വിശേഷത ഉണ്ട്. ഇപ്പോൾ സർവ വിശേഷതകളാലും സ്വയം തന്നെ വിശേഷ ആത്മാവാക്കി മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ബാബ്ദാദയുടെ ഓരോ കുട്ടിയും പേഴ്സണലായി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും. ശരി, ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കും. നമസ്തേ. ദാദിമാരോട് എല്ലാവരും നന്നായി ചുറ്റി സഞ്ചരിച്ചു. ഇക്കാലത്ത് അശാന്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുഴുവൻ ദിവസവും അസ്വസ്ഥമായിരിക്കുന്നു. ശാന്തിയുടെ വൈബ്രേഷൻ ശാന്തി നേടിക്കൊടുക്കുന്നു. അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഏതുപോലെ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് അരമണിക്കൂറെങ്കിലും വിശ്രമം ലഭിക്കുകയാണെങ്കിൽ സന്തോഷമുണ്ടാകുന്നു.
നല്ലതാണ് ചെയ്തത്. എല്ലാ സ്ഥാനത്തും ചെറിയവരായാലും വലിയവരായാലും എല്ലാവരും നന്നായി ചെയ്തു. എവിടെ ഉന്മേഷമുണ്ടോ അവിടെ ചിലവിൻ്റെ ഒരു കാര്യവുമില്ല. ഇത്രയും ആത്മാക്കൾക്ക് സന്ദേശം ലഭിച്ചു. താങ്കളുടെ പരാതി പരിഹരിക്കപ്പെട്ടു. നല്ലതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. ഓരോ നഗരവും അവർക്ക് പറ്റുന്നതനുസരിച്ച് എങ്ങനെ ചെയ്താലും അത് ഉചിതമാണ്. ഡബിൾ വിദേശി മുതിർന്ന സഹോദരിമാരോട് ബാപ്ദാദയ്ക്ക് ഗ്രൂപ്പുകളായി വിളിച്ച് റിഫ്രഷ് ചെയ്യുന്നത് നല്ലതായി തോന്നുന്നു. കാരണം അവിടെയാണെങ്കിൽ വളരെ ദൂരെയാണ് താമസിക്കുന്നത്. സമീപം വരുമ്പോൾ പരസ്പരം ഗുണങ്ങൾ കാണപ്പെടുന്നു. ദൂരെ ആയിരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഉന്മേഷവും വരുന്നു. അപ്പോൾ ആബോയിലെ ഈ പ്രോഗ്രാം നല്ലതായി തോന്നുന്നു. ഓരോരുത്തരിലും ഉത്സാഹം നിറച്ച് സംഘടനയെ ഉറപ്പിക്കുന്നു. ഇത് നല്ലതാണ്. ശരിയാണല്ലോ. ശരിയായി നടക്കുകയാണല്ലോ. പരസ്പരം സഹയോഗം നൽകണം. ഇതിലൂടെ മുന്നോട്ട് പോകുന്നു. സമയം കൊടുക്കുന്നുവല്ലോ. തൻ്റെ സേവനം ഉപേക്ഷിച്ച് സമയം ഹൃദയപൂർവ്വം കൊടുക്കുന്നു. തൻ്റെ കാര്യം പൂർത്തിയാക്കി സഫലത ഉണ്ടായി. ഇപ്പോൾ പോകാവുന്നതാണ്. എല്ലാവരും നന്നായി സഹായിച്ചു. ഫോറിനിലേതും ചെയ്തു, ഇന്ത്യയിലേതും ചെയ്തു. ശരി. UP സോണിലെ സേവാധാരികളോട് ബാബ്ദാദ എല്ലാ സോണിനോടും പറയുന്നു, ഓരോരുത്തരും തൻ്റെ സോണിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കൂ. ആ ഗ്രൂപ്പിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ടായിരിക്കണം. സേവനത്തിനു വേണ്ടി താങ്കൾ ഏത് വിഭാഗങ്ങൾ ഉണ്ടാക്കിയോ ഓരോ സോണും തങ്ങളുടെ ഏരിയയിൽ ഓരോ വിഭാഗത്തിൻ്റെയും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഓരോ സോണിലും സർവീസിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതിൽ ഓരോ വിഭാഗത്തിലെയും ഒരാൾ വീതം ഉണ്ടായിരിക്കണം. എവിടെ പ്രോഗ്രാം നടത്തിയാലും അവിടെ ആ ഗ്രൂപ്പ് അവരവരുടെ വിഭാഗത്തിലുള്ളവർക്ക് വിശേഷ ക്ഷണം നൽകണം. ഒരു വിഭാഗത്തിലുള്ളവരും തങ്ങൾക്ക് സന്ദേശം ലഭിച്ചില്ല എന്ന പരാതി പറയരുത്. ഇങ്ങനെ തയ്യാറായിരിക്കുന്ന വെറൈറ്റി ഗ്രൂപ്പ് തങ്ങളുടെ വിഭാഗത്തിൻ്റെ സേവനവും വർദ്ധിപ്പിക്കണം. ഒപ്പം ഓരോരുത്തരും അവരവരുടെ അനുഭവം കേൾപ്പിക്കണം. നമുക്ക് ഈ നോളജിലൂടെ എന്താണ് ലഭിച്ചത്, എന്ത് അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സോണിലും ഇങ്ങനെയുള്ള സേവനത്തിൻ്റെ ഗ്രൂപ്പ് തയ്യാറാക്കൂ. പ്രസംഗിക്കുവാനുള്ള ഇത്രയും ടൈം ലഭിച്ചില്ലെങ്കിൽ പോലും ഫംഗ്ഷൻ്റെ സമയത്ത് പിന്നിൽ ലൈനിൽ ഇരുത്തി അവരുടെ പരിചയം സ്റ്റേജ് സെക്രട്ടറി നൽകണം. 1-2 പേരുടെ അനുഭവവും ഉൾപ്പെടുത്താൻ സാധിക്കും. കുടുംബത്തിൽ കഴിയുമ്പോഴും തൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെ കടന്നുപോയി, എങ്ങനെ മാറി, ഈ അനുഭവം ചാൻസ് എടുത്തുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ കേൾപ്പിക്കട്ടെ. അപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വിശേഷ മൈക്കിനെ തയ്യാറാക്കൂ. നല്ലതാണ്. UP വിശേഷിച്ച് ബ്രഹ്മബാബയുടെ പാലന എടുക്കുന്നതിൻ്റെ അധികാരം പ്രാപ്തമാക്കി. UPയിൽ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ സ്മാരകവുമുണ്ട്. അപ്പോൾ ജഗദംബയുടെയും ബ്രഹ്മബാബയുടെയും പാലന എടുത്തു എന്നത് UPയുടെ ഭാഗ്യമാണ്. അപ്പോൾ പാലനയുടെ ഭൂമിയാണ്. ഭാഗ്യത്തിൻ്റെ നക്ഷത്രം ബ്രഹ്മബാബയും ജഗദംബയും UPക്ക് വരദാനമായി നൽകി. നല്ലതാണ്. ഇപ്പോൾ ദിനം പ്രതിദിനം ബാബ കണ്ടു സേവാ സ്ഥാനങ്ങളും ഉപസേവാ കേന്ദ്രങ്ങളും ഗീതാ പാഠശാലകളും മുൻപത്തേക്കാൾ ഇപ്പോൾ
നന്നായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദ വിശേഷിച്ച് ആശംസകൾ നൽകുകയാണ്. വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. നമ്പർ വർദ്ധിപ്പിക്കുന്നതിലും സന്ദേശം നൽകുന്നതിലും നമ്പർ 1 ആകൂ. നല്ലതാണ്. ബാബ്ദാദ സന്തുഷ്ടമാണ്. വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ടീച്ചേഴ്സിന് ആശംസകൾ. അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ശരി. വരദാനം. സംഘടനയിൽ സഹയോഗത്തിൻ്റെ ശക്തിയിലൂടെ വിജയിയാകുന്ന സർവരുടെയും ശുഭചിന്തകനായി ഭവിക്കട്ടെ. അഥവാ സംഘടനയിൽ ഓരോരുത്തരും പരസ്പരം സഹയോഗിയും ശുഭചിന്തകനും ആയിരിക്കുകയാണെങ്കിൽ സഹയോഗത്തിൻ്റെ ശക്തിയുടെ വലയത്തിന് വളരെയധികം അത്ഭുതം ചെയ്യാൻ സാധിക്കും. പരസ്പരം അന്യോന്യം ശുഭചിന്തകനും സഹയോഗിയുമായി ഇരിക്കൂ. അപ്പോൾ മായയ്ക്ക് ഈ വലയത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഉള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. എന്നാൽ സംഘടനയിൽ സഹയോഗത്തിൻ്റെ ശക്തി വരുന്നത് എത്ര തന്നെ കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നാലും നേരിട്ട് കാണിക്കും, വിജയിയായി കാണിക്കും എന്ന ദൃഢസങ്കല്പം നടത്തുമ്പോഴാണ്. സ്ലോഗൻ. ഏതെങ്കിലും ഇച്ഛ നല്ലതാകുവാൻ അനുവദിക്കില്ല. അതിനാൽ ഇച്ഛ മാത്രം അവിദ്യയാകൂ. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ഏതുപോലെ മധുരം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അല്പസമയത്തേക്ക് വായ് മധുരിതമാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. ഇതേപോലെ സ്വയം മധുരമായി മാറൂ. അപ്പോൾ സദാ വായിൽ മധുരവാക്കുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള മധുരമായ വാക്കുകൾ സ്വയം തന്നെയും സന്തുഷ്ടമാക്കും, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കും. ഈ വിധിയിലൂടെ സദാ സർവരുടെയും വായ് മധുരിതമാക്കിക്കൊണ്ടിരിക്കൂ. സദാ മധുരമായ ദൃഷ്ടിയും മധുരമായ വാക്കും മധുരമായ കർമ്മവും ഉണ്ടായിരിക്കട്ടെ. ഓം ശാന്തി. സ്നേഹത്തിൻ മഴ
ദീപമായി മാറാം. ഇരുൾ മൂടിടും വീഥികൾ